നമസ്കാരം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഈ ഒരു വീട്ടിൽ വളരെ മനോഹരമായിട്ടുള്ള വീട് ആണ് നിങ്ങൾ എൻ്റെ പുറകിൽ കാണുന്നത്. ഈ വീട്ടിൽ ലിവ കിച്ചൺ ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ ബ്രാൻഡഡ് മോഡുലാർ കിച്ചണാണ് ചെയ്തിരിക്കുന്നത്. ഞാനതിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉള്ള, നമ്മൾ കാണാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള കിച്ചൺസാണ് ലിവ കിച്ചൺ ഇവിടെ ചെയ്തിരിക്കുന്നത്. വിശദമായിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അതിനു മുമ്പ് ഈ വീടിൻ്റെ കാഴ്ചകളൊക്കെ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. നല്ല ഭംഗിയുള്ള വീടാട്ടോ. വലിയ ലാൻഡ്സ്കേപ്പുകൾ നൽകിയിട്ടുണ്ട്. വലിയൊരു മുറ്റമാണ് ഈ വീടിന് വരുന്നത്. നാച്ചുറൽ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലോൺസ് എല്ലാം ചെയ്തിരിക്കുന്ന കണ്ടില്ലേ. ഇതിനിടയിൽ ഹൈറ്റ് ഡിഫറൻസ് ഒന്നും ഇല്ലാതെ സെയിം ലെവലിൽ തന്നെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇവിടെ ലോൺസ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീടിന് ഇത്രയും ഭംഗി നമുക്ക് ഫീൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ് ഇവിടെ നൽകിയിരിക്കുന്ന പില്ലേഴ്സ്. വളരെ ഡിഫൈൻഡ് ആയിട്ട് പ്ലാസ്റ്ററിങ് വർക്കിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് പില്ലറുകൾ ഈ വീട്ടിൽ ഇതേപോലെ കൊടുത്തത് കാണിക്കും. ഇൻക്ലൂഡിങ് സിറ്റ് ഔട്ടിലും കാർ പോർച്ചിലും എല്ലാം ആ ഒരു വർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വീടിൻ്റെ എക്സ്റ്റീരിയർ പോലെ തന്നെ മനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്നത്. പാലക്കാട് വടക്കഞ്ചേരി അനിൽ പ്രസാദ് ചേട്ടൻ്റെയും ഫാമിലിയുടെയും വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഡിസൈൻ നമ്മൾ നോക്കുകയാണെങ്കിൽ സോളിഡ് വുഡിൽ നല്ല വർക്ക് ചെയ്തിട്ടുള്ള ഭംഗിയുള്ള ഒരു ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കാർവിംഗ് വർക്ക്സുകളൊക്കെ ഈ ഒരു ഫ്രണ്ട് ഡോറിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. വീടിനകത്ത് എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം നമുക്കൊന്ന് കയറി കാണാം കേട്ടോ. ഈ ഒരു വീടിനകത്തേക്ക് കയറി വരുമ്പോൾ ഒരു പ്ലീസൻ്റ് ആയിട്ടുള്ള, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക് ലഭിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. നേരെ കയറി വരുന്നത് ഇതേപോലെ ഒരു പ്രെയർ സ്പേസ് സെറ്റ് ചെയ്തുകൊണ്ടാണോ, ഈ ഒരു ഭാഗത്ത് പർഗോളാസ് നൽകിയിട്ട് നാച്ചുറലായിട്ട് വീടിനകത്തേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് കൊണ്ടാണോ, മൊത്തത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്ന ആ ഒരു ഇൻറ്റീരിയറിൻ്റെ ബ്ലെൻഡിങ് കൊണ്ടാണോ എന്ന് മനസ്സിലാവുന്നില്ല. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഫീലാണ് വീടിനകത്ത് നമുക്ക് ലഭിക്കുന്നത്. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് ലിവ കിച്ചൺസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവർ കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇൻറ്റീരിയർ വർക്ക്സുകൾ ചെയ്യുന്ന ഒരു ഫേം കൂടെയാണ്. അവരിവിടെ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് നമ്മൾ ഈ പ്രയർ സ്പേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ മെറീനയുടെ മാറ്റ് ഫിനിഷ് ലാമിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പോർഷൻ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഗോൾഡൻ സ്ട്രിപ്പുകൾ നൽകിയിരിക്കുന്നു. രണ്ട് ഭാഗത്തും സോളിഡ് വുഡ് ഉപയോഗിച്ചിട്ടുള്ള CNC വർക്കുകൾ ചെയ്തിരിക്കുന്നു. ഈ വീട് കംപ്ലീറ്റ് ആയിട്ട് സെൻട്രലൈസ്ഡ് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് VRF AC എന്ന് പറഞ്ഞിട്ട് വീട്ടിലെ എല്ലാ മുറികളും, ലിവിങ്ങും ഡൈനിങ്ങും എല്ലാ മുറികളും AC ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ കാണുന്നത് ഫോർമൽ ലിവിങ് സ്പേസ് ആണ്. അങ്ങോട്ട് കയറി പോകുന്ന ഭാഗത്ത് ഇതേപോലെ ഒരു പാനലിങ് ചെയ്തു വെച്ചിട്ടുണ്ട്. പ്ലൈവുഡിൽ വെനീർ ചെയ്തിട്ടാണ് ഇത് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. അതിലൊരു ഗോൾഡൻ സ്ട്രിപ്പും ഒരു ഗ്ലാസ് ഫിനിഷും നൽകിയിട്ട് നല്ല ഭംഗിയിൽ ഈ ഒരു ഭാഗം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലിവിങ് സ്പേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് ആണ് ഈ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുകൾ ഒരുപാട് ഇവിടെ നൽകിയിരിക്കുന്നു. ഈ വാളിലേക്ക് വരികയാണെങ്കിൽ ഭംഗിയുള്ള ഒരു പാനലിംഗ് വർക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ് ആണ്, ഗ്ലോസി ലാമിനേറ്റ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത് പ്ലൈവുഡിൽ വെനീർ ചെയ്തിരിക്കുകയാണ്. നോക്കൂ, ഇതിൻ്റെ ഉള്ളിലൊക്കെ ലൈറ്റ്സുകൾ നൽകിയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് നൽകിയിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഗ്രേ ഫിനിഷ് കൂടെ നൽകിയപ്പോൾ ഈ വുഡിനോട് നല്ല മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇത് സെറ്റ് ആവുന്നുണ്ട്. ഈ റൂമിൻ്റെ സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ക്ലാസി ആയിട്ടുള്ള ഒരു സീലിംഗ് ഡിസൈന് തന്നെ ഇതിൻ്റെ ഡിസൈനേഴ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. ലിവ കിച്ചൺസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് ആണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ പാറ്റേൺസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഷാൻഡലിയർ ലൈറ്റ്സുകൾ നൽകിയിരിക്കുന്നു. ഈവൻ വാളിലേക്ക് വരികയാണെങ്കിൽ വാൾ ലൈറ്റ്സിൽ പോലും ആ ഒരു ഗ്ലാസ് ഫിനിഷ്, ക്ലാസി ലുക്ക് ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡിസൈനേഴ്സ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആട്ടോ ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. നമ്മൾ ഫോർമൽ ലിവിങ് സ്പേസിൽ നിന്നും ഒരു പാസേജ് സ്പേസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു ഫോയർ സ്പേസ് എന്ന് പറയാം. അതിനോട് ചേർന്ന് തന്നെ ഒരു ഡൈനിങ് സ്പേസ് നൽകിയിരിക്കുന്നു. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ടൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് നൽകിയിട്ടുണ്ട്. 8 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ മാർബിൾ ഫിനിഷിലാണ് ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ചെയ്തിരിക്കുന്നത്. സത്യത്തിൽ ഇത് സെറാമിക് ബോഡിയിലാണ് ഈ ഒരു കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ആ ഒരു ഒണിക്സ് മാർബിളിൻ്റെ ഷെയ്ഡ് നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നേരെ ബാക്ക് സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇവിടുത്തെ ഓപ്പൺ കിച്ചൺ ചെയ്തിരിക്കുന്ന രീതി വളരെ ഭംഗിയുള്ളതാണ്. ഒരു സോളിഡ് സിംഗിൾ കളറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇവിടെ കബോർഡുകൾക്ക് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ
മെറ്റീരിയൽ ഒരു ലേറ്റസ്റ്റ് മെറ്റീരിയലാണ്. റഹാവ് റൈസോ എന്ന് പറയുന്ന മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ലാക്വേർഡ് ഗ്ലാസ് അല്ല, ഇത് പൊട്ടിപ്പോകുന്നില്ല, അക്രിലിക് ഗ്ലാസ് അല്ല, ഇത് നമുക്ക് വളരെ ഫിനിഷിങ്ങോടുകൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ്. ഒരുപാട് ഫീച്ചറുകൾ വെച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 1 by 1 ആയിട്ട് അതൊന്ന് കാണാം. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു വലിയ ടോൾ യൂണിറ്റ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. അതിൽ നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുകൾ ഇതിൽ വരുന്നുണ്ട്. ഷെൽഫുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഇൻസൈഡ് മൊത്തമായിട്ട് നന്നായിട്ട് ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഓവൻ ആൻഡ് OTG യൂണിറ്റ് ഇതാ ഈ ഒരു സ്പേസിൽ നൽകിയിരിക്കുന്നു. സെക്കൻഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുക ഒരു ഇൻബിൽട്ട് റെഫ്രിജറേറ്ററാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സീമെൻസ് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇവർ റെഫ്രിജറേറ്റർ മാത്രമല്ല കേട്ടോ, ഡിഷ് വാഷർ വേണമെങ്കിൽ അതും ഇതേപോലെ ഇൻബിൽട്ടായിട്ട് ചെയ്തു തരും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റെഫ്രിജറേറ്റർ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കുമോ. പ്രോപ്പറായിട്ടുള്ള എയർ വെൻറ്റുകളെല്ലാം ഇതിൻ്റെ അടിഭാഗത്ത് നൽകിയിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ടോൾ യൂണിറ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇറ്റാലിയൻ ബ്രാൻഡായിട്ടുള്ള ഇനോക്സ എന്ന് പറയുന്ന കമ്പനിയുടെ ടോൾ യൂണിറ്റാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഈ ഒരു ബ്രാൻഡിൻ്റെ പ്രത്യേകത എന്താ അറിയോ, ടോപ്പ് നോച്ച് ക്വാളിറ്റി ആയിരിക്കും ഈ ടോൾ യൂണിറ്റിൻ്റെ സ്റ്റോറേജ് സ്പേസിനൊക്കെ ഉണ്ടാവുക. ഇത്തരത്തിലുള്ള ടോൾ യൂണിറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എത്ര കിലോഗ്രാം വെയിറ്റ് ഇതിനകത്ത് കൊള്ളും എന്നുള്ളതിൻ്റെ രീതിയിലാണ് നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത്. പ്രീമിയം ബ്രാൻഡുകളാവുമ്പോൾ നമുക്ക് എത്ര സാധനങ്ങൾ വേണമെങ്കിലും ഇതിൽ ലോഡ് ചെയ്ത് വെക്കാവുന്നതാണ്. നമ്മളുടെ സാധനങ്ങൾ മുഴുവൻ ലോഡ് ചെയ്ത് വെച്ചാലും യാതൊരു തരത്തിലുള്ള സർവീസ് ഇഷ്യൂസും ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ബ്രാൻഡുകളുടെ പ്രത്യേകത. സ്പേസ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീട്ടിൽ ചെയ്തിരിക്കുന്ന രീതിയാണ് ഇവിടെ നൽകിയിരിക്കുന്ന മാജിക് കോർണേഴ്സ്. മാജിക് കോർണേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കോർണർ സ്പേസിൽ നമ്മൾ നൽകുന്ന മെക്കാനിസത്തിനെയാണ് മാജിക് കോർണേഴ്സ് എന്ന് പറയുക. ശരിക്കും ഈ ഒരു സ്പേസിനകത്ത് ഒരുപാട് സ്പേസ് ഉള്ളിലേക്കുണ്ടെങ്കിലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ആക്സസറീസ് മേടിച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ വെക്കുമ്പോൾ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസും കിട്ടും, കാണാൻ നല്ല ഭംഗിയുമായിരിക്കും. ഇത് നേരെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്തേക്ക് ഹൈഡ് ചെയ്ത് വെക്കാനും സാധിക്കും. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഒരു ഡ്രോവർ യൂണിറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. PVC ട്രേസ് ആണ് ഇതിൽ നൽകിയിട്ടുള്ളത്. നമ്മുടെ സ്പൂണും നൈഫും കത്തിയൊക്കെ വെക്കുന്നത് ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ വരുന്ന സമയത്ത് മാക്സിമം സ്റ്റോറേജ് യൂണിറ്റ് ആണ് നൽകിയിരിക്കുന്നത്. സെയിം സ്റ്റോറേജ് യൂണിറ്റ് നൽകുന്ന പോലെ തന്നെ ഇവിടെ ഒരു പുൾ ഔട്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ സാധാരണ പുൾ ഔട്ടുകൾ ചെയ്യുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ പുൾ ഔട്ടുകളാണ് കാണാൻ സാധിക്കുക. പക്ഷേ ഈ ഒരു പുൾ ഔട്ടിൻ്റെ സ്റ്റൈൽ നോക്കും നിങ്ങൾ. ഈ ഒരു പുൾ ഔട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് റിച്ച് ഫീച്ചേഴ്സ് വരുന്നു. ഇവിടെ ഒരു ബാസ്ക്കറ്റ് വരുന്നുണ്ട്, അതിൽ നമുക്ക് നൈഫുകളും കാര്യങ്ങളും ഇടാൻ സാധിക്കും. ഇവിടെ ഇതേപോലെ നമ്മളുടെ ബോട്ടിൽസൊക്കെ അടക്കി വെക്കാനുള്ള ട്രേസ് വരുന്നുണ്ട്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളുടെ വലിയ വലിയ ബോട്ടിൽസൊക്കെ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട്. കാസബുമ്മ എന്ന് പറയുന്ന ജർമ്മൻ ബ്രാൻഡിനകത്താണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. നമുക്ക് ഒത്തിരി ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിലുണ്ട്, പക്ഷേ ഈ ഒരു മോഡലുകൾ അധിക ബ്രാൻഡിലൊന്നും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ കൃത്യമായിട്ടുള്ള ബ്രാൻഡുകൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കിച്ചൺ ഐറ്റംസ് ഓർഗനൈസ് ചെയ്യാൻ സാധിക്കും. കുക്കിംഗ് ഏജൻറ്റ് എന്നാണ് മൊത്തത്തിലുള്ള ആ ഒരു യൂണിറ്റിനെ ഈ ബ്രാൻഡ് വിളിക്കുന്നത്. ഇവിടെ സിങ്ക് ആണ് വരുന്നത്. സിങ്ക് വരുമ്പോൾ നമുക്കറിയാം ഈ പൈപ്പ് പോകാനുള്ള അതിൻ്റെ ഡ്രെയിൻ പൈപ്പും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ പോകും. അപ്പോൾ ഇവിടെ ലിവാ കിച്ചൺ എന്താ ചെയ്തിരിക്കുന്നതെന്ന് അറിയോ, ബാക്കിയുള്ള സ്പേസ് നമുക്ക് യൂസ്ഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതിൻ്റെ ഡ്രോവർ കട്ട് ചെയ്തിട്ട് ഈ ഒരു സ്പേസിൽ ചെയ്തിരിക്കുന്നു. അത് പടിയിൽ വരുന്നതും അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ പ്രൊഫൈൽ ഗോള പ്രൊഫൈലാണ് ഈ ഒരു കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് നോക്കൂ, നല്ല ഭംഗിയുള്ള കൗണ്ടർ ടോപ്പാണ് ഈ ഒരു വീട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ക്വാർട്സ് ആട്ടോ. വുഡൻ ഹോബ് യൂസ് ചെയ്തിരിക്കുന്നതൊക്കെ ഹാഫ്ലേ എന്ന് പറയുന്ന ബ്രാൻഡിലാണ്. നല്ല സർവീസ് ലഭിക്കുന്ന ഒരു ബ്രാൻഡാണ് ഹാഫ്ലേ എന്ന് പറയുന്നത്. നേരെ ഈ ഒരു കിച്ചൻ്റെ അപ്പർ ക്യാബിനറ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻഡോസ് മെക്കാനിസം ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബ്ലം എന്ന് പറയുന്ന ജർമ്മൻ ബ്രാൻഡ് കമ്പനിയുടെ ലിഫ്റ്റപ്പ് മെക്കാനിസമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്കതിനകത്ത് ഗ്ലാസും പ്ലേറ്റുകളൊക്കെ കൃത്യമായിട്ട് അടുക്കി വെക്കാനുള്ള GTPT ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളിത് സിങ്ക് അല്ലേ, ഇവിടെ നമ്മൾ പ്ലേറ്റുകളൊക്കെ കഴുകി അത് നേരെ ഓർഗനൈസ് ചെയ്ത് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഡ്രെയിൻ ചെയ്യുന്ന വെള്ളം ഈ ഒരു ഡ്രെയിൻ ചാനലിലേക്ക് വരും. അത് നമുക്ക് പിന്നീട് സിങ്കിലേക്ക് നേരെ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് തിരിച്ച് ഇതേപോലെ ഇതിനകത്ത് ഫിക്സ് ചെയ്ത് അടച്ച് കളഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് പാത്രങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് പ്രത്യേകത. ഇതും സോഫ്റ്റ് ക്ലോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ബ്ലം എന്ന് പറയുന്ന കമ്പനീസ് ഇന്ത്യയിലെ ഏതൊരു സുപ്പീരിയർ ബ്രാൻഡ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിലും അവരുടെ കിച്ചൺ ആക്സറീസിൽ കാണുന്ന ഒരു കമ്പനിയാണ് ബ്ലം.
ലിവ കിച്ചൺ ആൻഡ് ഇൻറ്റീരിയേഴ്സിലേക്ക് വരുന്ന സമയത്തും അവർ ചെയ്തിരിക്കുന്ന മിക്ക ആക്സസറീസും ബ്ലെമ്മ്, കാസബുമ്മ, ഹാഫ്ലെ തുടങ്ങിയിട്ടുള്ള ബ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് അഭിജിത്ത്, ലിവ കിച്ചൺസ് ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ റിപ്രസെൻറ്റേറ്റീവ് ആയിട്ട് അഭിജിത്ത് ആയിരിക്കും നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത്. നിങ്ങളുടെ കമ്പനിയെ നമ്മുടെ ഓഡിയൻസിനൊന്ന് പരിചയപ്പെടുത്തുമോ? നിങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ എത്ര കാലമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഒന്ന് പറയും. നമ്മുടെ കമ്പനിയുടെ പേര് ലിവ കിച്ചൺസ് ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്നാണ്. നമ്മൾ 2009 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. 15 വർഷമായി അല്ലേ? എക്സാക്ട്ലി. നമ്മൾ പ്രീവിയസ്ലി B2B വർക്ക്സ് ആണ് ചെയ്തിരുന്നത്. ലൈക്ക് B2B എന്ന് വെച്ചാൽ നമ്മൾ ആദ്യ കാലങ്ങളിൽ ISRO ആൻഡ് ഗവൺമെന്റ് ഏജൻസീസ് ആൻഡ് ബാങ്കുമായിട്ട് ചേർന്നാണ് അവർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്. അവരുടെ ഇന്റീരിയർ വർക്ക്സ്, അതുപോലെ തന്നെ ആർക്കിടെക്ട്സിന് വേണ്ടി നമ്മൾ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ഇയേഴ്സ് ആയിട്ട് നമ്മൾ ഫുള്ളി എക്യുപ്പൈഡ് ആയിട്ട് നമ്മൾ സൗത്ത് ഇന്ത്യ ഫുള്ള് ചെയ്യാൻ തുടങ്ങി. സൗത്ത് ഇന്ത്യ ഫുള്ള്? യെസ്, എക്സാക്ട്ലി. നമ്മുടെ ഓഫീസ് എങ്ങനെയാണ് വരുന്നത്? നമുക്ക് 3 എക്സ്പീരിയൻസ് സെന്റേഴ്സ് ആണ് വരുന്നത്. 1 in കൊച്ചി, 1 in ബാംഗ്ലൂർ ആൻഡ് 1 in മൈസൂർ. കൊച്ചി, ബാംഗ്ലൂർ, മൈസൂർ. യെസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ നിങ്ങൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും അല്ലേ? കൊച്ചിയിൽ എക്സാക്ട്ലി എവിടെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? നമ്മുടെ എക്സ്പീരിയൻസ് സെന്റർ എക്സാക്ട്ലി വരുന്നത് പാടിവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പാടിവട്ടം, അതെ. ഓക്കെ. അപ്പോൾ ആളുകൾക്ക് കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്റ്റുകളുടെയൊക്കെ ഫീലിംഗ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും? ഫീലിംഗ് മാത്രമല്ല, അവരുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി വരെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ആസ് എ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ലിവ കിച്ചൺസ് ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക? നമ്മുടെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫുള്ളി കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ചെയ്യുന്നത്. കസ്റ്റമറെ നീഡ് അനുസരിച്ച് കസ്റ്റമർ അടുത്ത് പോയി സംസാരിച്ച് ആ സ്പേസ് മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ലൈക്ക് യു ക്യാൻ സീ ഹിയർ. അതുപോലെ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ പ്രോപ്പർ റിക്വയർമെൻറ്റ്സ് ആൻഡ് ടെക്നിക്കാലിറ്റി നോക്കി മാത്രം വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. നമ്മൾ മെയിൻലി ജർമ്മൻ, ഇറ്റാലിയൻ ബ്രാൻഡ്സാണ് യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഹാഫ്ലെ, ഇനോക്സ, ഹെഡിച്ച് എന്നീ ബ്രാൻഡ്സിൻ്റെ ആക്സറീസ് ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എങ്ങനെയാണ് കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്ന സമയത്ത് ഫാക്ടറി മെയ്ഡ് ആണോ നിങ്ങളുടെ ഇൻറ്റീരിയേഴ്സ് ഒക്കെ ചെയ്യുക? അതെ, ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീനറി ആൻഡ് സോഫ്റ്റ്വെയർ ഇൻ്റഗ്രേറ്റഡ് ആണ് നമ്മുടെ ഫാക്ടറി വരുന്നത്. ഓക്കെ. ഇത് ഇൻബിൽറ്റ് ആയിട്ട് ചെയ്യുന്ന റെഫ്രിജറേറ്റർ ആട്ടോ, സീമെൻസ് എന്ന് പറയുന്ന കമ്പനിയാണ്. അതെ. അതുപോലെ തന്നെ ഈവൻ കസ്റ്റമർ ഡിഷ് വാഷേഴ്സ് നീഡഡ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഡിഷ് വാഷറും ഇതേപോലെ ഇൻറ്റഗ്രേറ്റ്? അതെ, ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇതേപോലെ തന്നെ നിങ്ങളുടെ ഫാക്ടറി ഒക്കെ വരുന്നത് എവിടെയാണ്? നമ്മുടെ ഫാക്ടറി വരുന്നത് നെന്മാറ അടുത്ത് മാങ്കുറിശ്ശിയിലാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരു പരിപാടി ഉണ്ടാവില്ല, നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അസംബ്ലിങ് മാത്രം? എക്സാക്ട്ലി, അസംബ്ലി മാത്രം. ഒരു 3 bedroom റൂം വീടൊക്കെ നമുക്കൊരു 5 to 6 days നുള്ളിൽ കംപ്ലീറ്റ്ലി ഫിനിഷ് ചെയ്ത് മാറാൻ പറ്റും. ഇത് നിങ്ങൾ ഇവിടെ വർക്ക് ഏരിയ ചെയ്തിരിക്കുക അല്ലേ? വർക്ക് ഏരിയയിലേക്ക് വരുമ്പോൾ സ്റ്റോറേജിന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതെ. ഫുൾ സൈഡ് സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി. നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഒന്ന് പറയാം. നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ബോക്സസ് ആയിട്ട് ഷെൽഫ് വിത്ത് ഷട്ടേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഷെൽഫാണ് ഉള്ളത്. നോർമൽ ലാമിനേറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലേ? മെറിനോടെ ഗ്ലോസി ലാമിനേറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡിൽ പ്രൊഫൈലുകളാണ് കാണുന്നത്. അതെ. പിന്നെ നമ്മൾ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് നമുക്ക് ലിഫ്റ്റ് അപ്പ് സ്റ്റോറേജസ് ആണ്. ശരി, നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങൾ, അത്യാവശ്യമുള്ള സാധനങ്ങൾ ഒരു ലിഫ്റ്റ് അപ്പ് കൊടുത്തിരിക്കുന്നത് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വേണ്ടി മാത്രം. നമ്മുടെ കിച്ചണിൽ പെട്ടെന്ന് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ കൈ എത്തുന്ന അകലത്തിൽ കൊടുക്കും. റൈറ്റ്. അടുത്തേക്ക് വരുമ്പോൾ അതൊരു സ്റ്റോറേജ് ആണ്. യെസ്, ഇത് ബ്ലൈൻഡ് കോർണേഴ്സ് എന്ന് പറയും. നമുക്ക് ലൈക്ക് ഈ ഒരു സ്പേസ് മജോറിറ്റി സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റാറില്ല. നമുക്ക് ഇത് ഇങ്ങനെ ആക്സസ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റും. യെസ്, അതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കൈ എടുത്തിട്ട് ഇതിനകത്തുനിന്ന് സാധനങ്ങൾ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിട്ട്. അധികം യൂസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സാധനങ്ങൾക്ക് നമുക്ക് അതിനകത്ത് യൂസ് ചെയ്ത് സ്റ്റോർ ചെയ്യാം. ഓക്കെ. ഇത് നമുക്കിപ്പം ഡിസൈൻ അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഓപ്പൺ ഷെൽഫുകൾ പണിത് കൊടുക്കാൻ സാധിക്കും. അതെ, നമുക്കിത് ഒരു ഓപ്ഷനാണ് ഈ ഓപ്പൺ ഷെൽഫ്സ് എന്ന് പറയുന്നത്. പിന്നെ ആസ്തെറ്റിക്കലി ചില കിച്ചൺസ് നമുക്ക് ചിലപ്പോൾ ലെഡ്ജസ് കൊടുക്കാം. ലൈക്ക് ഒരു പ്ലെയിൻ ആയിട്ട് ഡബിൾ തിക്കിൽ നമുക്ക് ലെഡ്ജസ് ആയിട്ട് കൊടുക്കാൻ പറ്റും. എക്സാക്ട്ലി. ഈവൻ വി ക്യാൻ പ്രൊവൈഡ് ലൈറ്റ്സ് ഇൻ ദിസ്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വേണമെങ്കിൽ കൊടുക്കാം ഫോർ ആസ്തെറ്റിക് പർപ്പസസ്. ഓക്കെ. നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്സ് വെച്ചിട്ടുള്ള മോഡൽ നിങ്ങൾ ലൈക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ് ചെയ്യുന്നത്. ശരി. അപ്പോൾ ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോവർ സിസ്റ്റംസ് ആണ് ഇതിനകത്ത് മൊത്തം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഡ്രോവർ സിസ്റ്റത്തിനകത്ത് ഫുള്ളി സാധനങ്ങളൊക്കെ ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് സിങ്കിൻ്റെ അടി വരുന്ന ഭാഗം അല്ലേ? അതെ. ഇവിടെ ഇതേപോലെ ഒരു ബാസ്ക്കറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റുകളൊക്കെ വരുന്നു. അതേപോലെ ഡിറ്റർജൻസ് വെക്കാൻ വേണ്ടി ഡിറ്റർജന്റ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഡിറ്റർജന്റ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ മെയിൻ കിച്ചണിൽ വെച്ചൊരു ഡിഫറെന്റ് ഓപ്ഷൻ ആണ് ഇത്. ലൈക്ക് യൂസ് ഓഫ് എ ഷട്ടേഴ്സ്. അവിടെ നമ്മൾ ഡ്രോയേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിൽ കാര്യമായ വർക്ക്സുകളൊന്നും നടക്കാത്തതുകൊണ്ട് അവിടെ ഈ ഡിറ്റർജന്റിന്റെ ഒന്നും ആവശ്യമില്ല. മെയിൻ ആയിട്ട് വർക്ക് ഏരിയകളിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് എന്തായാലും ആവശ്യമായിട്ട് വരും.
അപ്പോൾ അത് അവിടെ കൊടുക്കുന്നത് നന്നായിരിക്കും. ഇതേപോലെ ഒരു ബാസ്ക്കറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുഡ് വേസ്റ്റസ് ഒക്കെ ഈ ബാസ്ക്കറ്റിലേക്ക് വെക്കും അല്ലെ. സാധാരണ ഇവിടെ ഒരു സാധനം വെച്ച് അതിനകത്തേക്ക് ഇട്ട് ഭയങ്കര വൃത്തികേടാക്കാതെ ഇതിനകത്തേക്ക് വെച്ചിട്ട് നമുക്ക് ആവശ്യം. ഇത് വൺ ഓഫ് ദ ഓപ്ഷൻ ഓഫ് വേസ്റ്റ് ബിൻ ആണ്. മൾട്ടിപ്പിൾ ഓപ്ഷൻ. ഇപ്പം ലൈക്ക് കസ്റ്റമർ നീഡ്സ് മോർ വേസ്റ്റ്, ഹാസ് മോർ വേസ്റ്റ്, അപ്പോൾ നമുക്ക് വലിയ കപ്പാസിറ്റി ഉള്ള വേറെ വേസ്റ്റ് ബിൻസും വെക്കാവുന്നതാണ്. പല രീതിയിൽ അത് ചെയ്തെടുക്കും. ഈ വീട്ടില് ഡിഷ് വാഷർ നൽകിയിരിക്കുന്നത് ഈ ഭാഗത്ത് കേട്ടോ. ഡിഷ് വാഷർ എന്ന് വെച്ചാൽ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകണമെങ്കിൽ നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് പാത്രങ്ങൾ വേസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഇതിനകത്തേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കഴുകി അത് ഡ്രൈ ചെയ്ത് നമുക്ക് തരും. ഇപ്പൊ അത്യാവശ്യം നല്ല ചൂട് വരുന്നുണ്ട് ഇതിനകത്തുനിന്ന്. പാത്രങ്ങളൊക്കെ ഇതിനകത്ത് ഓൾറെഡി അത് വെച്ച് നമ്മൾ അത് ക്ലോസ് ചെയ്യാം. നേരെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഒത്തിരി സ്റ്റോറേജ് സ്പേസുകൾ ഇവിടെ നൽകി, മാക്സിമം സ്റ്റോറേജ്. ശരിക്കും നിങ്ങളുടെ ഒരു ഓപ്പറേഷൻ എങ്ങനെയാ? നമുക്കിപ്പോൾ ഒരു വീട്ടില് കിച്ചൺ ആൻഡ് ഇന്റീരിയർ ചെയ്യണം എന്ന് വിചാരിക്കുക, നിങ്ങളുടെ നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യും. ഓക്കെ, നമ്മുടെ സ്ഥലത്തേക്ക് വരികയാണോ ചെയ്യുക? ഫസ്റ്റ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമറിൽ നിന്ന് ഫ്ലോർ പ്ലാൻ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പ്ലാനും മീഡിയം. അതെ, എന്നിട്ട് നമ്മളെങ്കിൽ ഒരു ഇനിഷ്യൽ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു എങ്ങനെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വേണം എന്നുള്ളതിന്റെ ഒരു അതെ കസ്റ്റമറായിട്ട് സംസാരിച്ച് നീഡ് മനസ്സിലാക്കിയതിന് ശേഷം അങ്ങനെ ഒരു 2D ഡ്രോയിങ് പ്രിപ്പയർ ചെയ്ത് ഒരു കൊട്ടേഷനോടെ പ്രിപ്പയർ ചെയ്ത് കസ്റ്റമറിന് നമ്മൾ കൊടുക്കും. ഓക്കെ, ഇഫ് ദ കസ്റ്റമർ ആ ഒരു കൊട്ടേഷൻ ഓക്കെ ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കസ്റ്റമറിനെ ലൈക്ക് ത്രൂ കോൾ ഓർ നമ്മൾ കസ്റ്റമർ ഫാക്ടറിയിലേക്ക് വരും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് സെൻറ്ററിലേക്ക് വന്ന് നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്ത് കസ്റ്റമറിൻ്റെ നീഡ്സ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കി അപ്ഡേറ്റഡ് ഡ്രോയിങ്സ് ആൻഡ് പ്രോപ്പർ 2D ഡ്രോയിങ്സും ആൻഡ് കൊട്ടേഷൻ കൊടുക്കുന്നു. ഫൈനൽ ഡ്രോയിങ്സ് കൊടുക്കും, കസ്റ്റമർ എസ്റ്റിമേറ്റ് കൊടുക്കും. എക്സാക്ട്ലി. നമ്മൾ ഈ വീട്ടിൽ ഏകദേശം 5 ബെഡ്റൂമുകളും ചെയ്തിട്ടുണ്ട്. 5 ബെഡ്റൂം ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂം, മുകളിൽ 2 അപ്പം ആ ബെഡ്റൂമിലെ എല്ലാ ഇന്റീരിയേഴ്സും നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പം ആദ്യത്തെ ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോർ ഒരു സിയാൻ ടച്ചിലാണ്, ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് തോന്നുന്നു. ഇവിടേക്ക് വരുന്ന സമയത്ത് കിങ് സൈസിൽ വരുന്ന ഒരു കോട്ട് വരുന്നുണ്ട്. അതിന്റെ ഹെഡ് ബോർഡ് ഇത് ഫിക്സ്ഡ് ആയിട്ടാണ് ചെയ്തത്. അല്ല, ഈ ഒരു ഹെഡ് ബോർഡ് ഫിക്സ്ഡ് ആണ്. വോളിൽ കുഷൻ പാനലായിട്ട് നമുക്ക് റിമൂവബിൾ ആണ്. ഇത് നമുക്ക് വാഷിംഗ് കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ റിമൂവബിൾ ആണ്. 2 സൈഡിലും സൈഡ് ടേബിൾസ് നൽകിയിട്ടുണ്ട്. സെയിം കളർ ടോണിൽ തന്നെയാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ, നമ്മളെല്ലാം ഒരു അതേ തീം മാച്ച് ചെയ്യത്തക്ക രീതിയിലാണ് നമ്മൾ എല്ലാ വാർഡ്രോബും എല്ലാ ബെഡ്റൂമിലും ചെയ്തിരിക്കുന്നത്. ശരി, മുകൾ ഭാഗത്ത് സ്റ്റോറേജ് സ്പേസ് വരുന്ന രീതിയിൽ ഫുൾ ഹൈറ്റിലാണ് കേട്ടോ വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു ഡ്രസ്സറും സൈഡിൽ നൽകിയിട്ടുണ്ട് അല്ലേ? നമ്മുടെ ഡ്രസ്സർ ഇതും നമ്മളെങ്കിൽ ടച്ച് സെൻസിറ്റീവ് ആണ്. ലൈക്ക് നമുക്ക് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ലൈക്ക് ഈ ടച്ച് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ലൈക്ക് ബട്ടൺസ് ഒന്നും ഫിസിക്കലി അവൈലബിൾ ആയിരിക്കില്ല. പിന്നെ നമുക്കൊരു സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് ഡ്രസ്സറിൻ്റെ സൈസ് ചെറുതാക്കുകയോ വലുതാക്കുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ നൽകിയിരിക്കുന്ന ബ്ലൈൻഡുകൾ ബാംബു ബ്ലൈൻഡ്സുകളാട്ടോ. വെനീഷ്യൻ ബ്ലൈൻഡുകളിലൊക്കെ ആ ഒരു മെക്കാനിസത്തിലാണ് ഈ ഒരു ബ്ലൈൻഡ് വർക്ക് ചെയ്യുന്നത്. നേരെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റഡി ടേബിളും അതിന്റെ സ്റ്റോറേജ് യൂണിറ്റും ചെയ്തിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം പ്ലൈയിലല്ലേ ചെയ്യുന്നത്? നമ്മളെല്ലാം പ്ലൈയിലാണ് ചെയ്യുന്നത്. നമ്മൾ 303 ഗ്രേഡ് പ്ലൈയും 710 ഗ്രേഡ് പ്ലൈലുകളുമാണ് നമ്മൾ മെറ്റീരിയൽ മെയിൻലി യൂസ് ചെയ്യുന്നത്. രണ്ടിലുമാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് അല്ലേ? ഇത് നമ്മുടെ അടുത്ത ബെഡ്റൂമാണ്, രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ? അതെ, ഈ ബെഡ്റൂമിൽ മൊത്തത്തിൽ ഒരു വുഡൻ കോമ്പിനേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. അതെ, ഹെഡ് ബോർഡ് ആണെങ്കിലും വുഡൻ സ്റ്റൈൽ. ഇത് പേരൻസിന് വേണ്ടി ചെയ്ത ഒരു ബെഡ്റൂമാണ്. പേരൻസ് ബെഡ്റൂം ആണല്ലേ? വാർഡ്രോബിന്റെ ഡിസൈൻ നോക്കുക, അതും കംപ്ലീറ്റ് ആയിട്ട് ഒരു ടീക്ക് വുഡിന്റെ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. നേരെ സ്റ്റഡി ടേബിളിന്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ അത് വുഡ് ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കോട്ടെല്ലാം പണിതിരിക്കുന്നത് സോളിഡ് വുഡിലാട്ടോ. മരത്തിന്റെ കട്ടിലുകളാണ്, അത് ബോക്സ് ടൈപ്പിലാണ് പണിയിപ്പിച്ചിരിക്കുന്നത്. ഇവിടെയും കേർട്ടൻസ് നൽകിയിരിക്കുന്നതെല്ലാം ബാംബു ബ്ലൈൻഡുകളാണ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ വാഷ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കിഡിലനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള ഒരു വാഷ് ഏരിയ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാക്ക് വാളായിട്ട് നൽകിയിരിക്കുന്നത് ടൈലാണ്. ഒരു മാറ്റ് ഫിനിഷ് മാർബിൾ ഷെയ്ഡ് വരുന്ന ടൈലാണ് നൽകിയിരിക്കുന്നത്. ഫിക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു മിറർ നൽകിയിരിക്കുന്നു. അതിൽ LED ഇൻബിൽഡ് ആയിട്ട് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇതേപോലെ സ്റ്റോറേജ് ഷെൽഫ് നൽകിയിരിക്കുന്നു. ഇവിടെ ഒരു ഡോറ് നൽകിയിരിക്കുന്നു. വൈറ്റ് കളറിൽ വരുന്ന കോഡ്സ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ജാഗോറിൻ്റെ ബേസിൻസും അതേപോലെ ഫിറ്റിങ്സുമാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. വാനിറ്റി കൗണ്ടറിലേക്ക് വരുന്ന സമയത്ത് WPCയുടെ വാനിറ്റി കൗണ്ടേഴ്സ് ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടാപ്പിൻ്റെ മെക്കാനിസത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ലിവറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഗോൾഡൻ പ്ലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ലിവറാണ് നൽകിയിട്ടുള്ളത്. ഇത് നമുക്ക് ഇതേപോലെ ലോവർ ചെയ്തുകൊണ്ട് ടാപ്പ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് നേരെ തിരിച്ചാക്കിക്കൊണ്ട് അത് ക്ലോസ് ചെയ്യാനും സാധിക്കുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീടിൻ്റെ ഫാമിലി ലിവിങ് സ്പേസിലാണ് എത്താൻ സാധിക്കുക. 3 പേർക്ക് ഇവിടെ ഇരിക്കാം, 2 പേർക്ക് ഇവിടെ ഇരിക്കാം, 5 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ആണ്
ഫാമിലി ലിവിങ് സ്പേസിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു കോഫി ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഫാമിലി ലിവിങ് സ്പേസിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇവിടെ നൽകിയിരിക്കുന്ന TV യൂണിറ്റും അതിൻ്റെ ഡിസൈനുമാണ്. പ്ലൈവുഡിൽ പാനലിങ് ചെയ്തിട്ട് അതിൽ ഗ്രൂവ് വരുന്ന മോഡലാണ് ഈ ഒരു TV യൂണിറ്റിൻ്റെ ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത്. ചാർക്കോൾ പാനലുകളാണ് ലൂവറുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള വുഡൻ പ്ലസ് ജിപ്സം സീലിംഗ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ ഫീലിംഗ് കൊണ്ടുവരുന്ന രീതിയിലാണ്. ഹെഡ് ബോർഡായിട്ട് ഇവിടെ ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് പാനലിങ് ചെയ്തിരിക്കുകയാണ്. അതിനിടയിൽ കൂടെയൊക്കെ ഒരു ഗ്രൂവ് വരുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ലൂവർ ഡിസൈൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലെല്ലാം ചെറിയൊരു ഗ്ലാസ്, ടിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് നൽകിയിട്ടുണ്ട്. ഒരു വാൾ ലൈറ്റ് സെൻറ്ററിൽ നൽകിയ സമയത്ത് നല്ലൊരു ആംബിയൻസ് ആ വുഡൻ ഷെയ്ഡിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോറേജ് ഷെൽഫ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് 4 ഡോറുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു. വാർഡ്രോബ് എല്ലാം ഒരു തേക്ക് വുഡിൻ്റെ ഫിനിഷിൽ വരുന്ന ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എഡ്ജ് ബാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡോറുകൾ കാണുന്ന സമയത്ത് അറിയാം ഈ ഭാഗത്തെല്ലാം കൃത്യമായിട്ട് എഡ്ജ് ബാൻഡുകൾ യൂസ് ചെയ്തിരിക്കുന്നു. മുകൾ ഭാഗത്തെല്ലാം സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഷെൽഫും വരുന്നുണ്ട്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഒരു ജിപ്സം പ്ലസ് വുഡൻ കോമ്പിനേഷനാണ് ഈ ഒരു റൂമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ആം ചെയർ ബെഡ്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ ആ ഒരു വുഡൻ ഫിനിഷിനോട് മാച്ച് ചെയ്യുന്ന തരത്തിൽ ഒരു ലെതർ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ആം ചെയർ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ കോൺക്രീറ്റിൽ പണിതിട്ടുള്ള സ്റ്റെയർ കേസാണ് ഈ വീട്ടിൽ നൽകിയിരിക്കുന്നത്. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പുകൾക്കെല്ലാം വുഡൻ ഫിനിഷ് നൽകിയിരിക്കുന്നു. ട്രെഡ് വരുന്ന ഭാഗത്തും അതേപോലെ റൈസർ വരുന്ന ഭാഗത്തും ഒരേപോലെ വുഡൻ ഫിനിഷാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമും അപ്സ്റ്റെയറിൽ 2 ബെഡ്റൂമാണുള്ളത്. അടിപൊളിയായിട്ട് ബെഡ്റൂമുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. അപ്പർ ലിവിങ്ങിൻ്റെ ഡിസൈനിങ്ങിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സോഫ സീറ്ററുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 3 പേർക്ക് ഇവിടെ ഇരിക്കാം, 2 പേർക്ക് ഇവിടെ ഇരിക്കുന്ന രീതിയിലാണ് ഈ ഒരു സോഫ അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുള്ളത്. TV യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് ഒന്ന് പറയാമോ? നമ്മൾ ഈ ഒരു TV യൂണിറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ലൂവേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ചാർക്കോൾ ലൂവേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇത് ലാമിനേറ്റ്സ് ആണ്, വുഡൻ ഫിനിഷുള്ള ലാമിനേറ്റ്സ് ആണ്. ലൈറ്റ് സ്ട്രിപ്പ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എസ്തെറ്റിക് എഫക്റ്റിന് വേണ്ടി നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ എങ്കിൽ താഴെ സ്റ്റോറേജ് സ്പേസസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളെല്ലാം ഫ്ലാറ്റ് സ്റ്റേ മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. എക്സാക്ട്ലി. ഓക്കെ, ഇവിടെ നമ്മൾ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ 2 സെൻറ്റർ പോർഷനിൽ. ബിക്കോസ് നമുക്കിപ്പോൾ റിമോട്ടോ കാര്യങ്ങൾ ഇതിൻ്റെ സെറ്റപ്പ് ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ് ഗ്ലാസ് കൊടുക്കുന്നത്. ഓക്കെ, ഗ്രേ പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ? അതെ. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ജിപ്സം സീലിംഗ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സിമ്പിൾ ആയിട്ടുള്ള കോവ് ലൈറ്റ് വരുന്ന തരത്തിലുള്ള ജിപ്സം സീലിംഗ് മോഡലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റെയർ കേസ് കയറി വരുന്ന ഭാഗത്ത് വലിയൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ ഫിനിഷ് വരുന്ന വാം ലൈറ്റ് നൽകിയിരിക്കുന്ന ഹാങ്ങിങ് ലൈറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ബെഡ്റൂം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നുള്ള കാര്യം ഒന്ന് കാണാം. ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ഫിക്സ്ഡ് ആയിട്ടുള്ള ഹെഡ് ബോർഡാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. റെക്സിൻ കവേർഡ് ആയിട്ട് ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് നൽകിയിട്ടുള്ളത്. 2 ഭാഗത്തും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ബോർഡർ വരുന്ന രീതിയിൽ ഒരു ബീജ് ക്രീം കളർ ടോണിലാണ് അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് വാൾപേപ്പർ അല്ലേ കൊടുത്തിട്ടുള്ളത്? വാൾപേപ്പറാണ്. നല്ല ഭംഗിയുള്ള വാൾ ലൈറ്റുകളാണ് ഈ ഒരു റൂമിൽ നൽകിയിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു റൂമിൻ്റെ കളർ തീമിനോട് നോക്കുകയാണെങ്കിൽ ഒരു ഓഫ് വൈറ്റ്, ഒരു ബീജ് കളർ കോമ്പിനേഷനിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത് അല്ലേ? അതെ. അവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അത് കൂടാതെ നമ്മളിവിടെ ഒരു വാർഡ്രോബും വിത്ത് ഡ്രസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സറിൻ്റെ ഈ ലൈറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ടച്ച് സെൻസിറ്റീവ് ആണ്. നമ്മൾ ഇത് തന്നെ ടച്ച് ചെയ്യുന്നതനുസരിച്ച് ലൈറ്റ് ഓഫ് ചെയ്യാൻ ഓൺ ആക്കാൻ ഉപയോഗിക്കാം. ഓക്കെ, LED ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ്. ഈ ഒരു ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നമ്മൾ 2 ഡോർ വാർഡ്രോബാണ് സെറ്റ് ചെയ്തെങ്കിൽ നമ്മൾ ഇവിടെ 4 ഡോർ വാർഡ്രോബാണ് സ്പെഷ്യലൈസ് ചെയ്തത്. വേറെ ഈ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അല്ലേ? നേരെ റൂമിനകത്തേക്ക് കയറി വരുന്ന വാർഡ്രോബുകൾ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്ത് ലൈക്ക് മോസ്റ്റ് ഒബ്സ്ട്രക്ഷൻസ് വരാത്ത രീതിയിലാണ് നമ്മൾ ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമാണ്. മാസ്റ്റർ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു വുഡൻ ഫീലിംഗ് കൊണ്ടുവരുന്ന രീതിയിലാണ്. ഹെഡ് ബോർഡായിട്ട് ഇവിടെ ഈ ഒരു വാള് കംപ്ലീറ്റ് ആയിട്ട് പാനലിങ് ചെയ്തിരിക്കുകയാണ്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഒരു മിറർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ചെറിയൊരു സ്റ്റോറേജ് ഷെൽഫ് നൽകിയിരിക്കുന്നു. ഈ ഭാഗത്ത് 4 ഡോറുള്ള ഒരു വാർഡ്രോബ് നൽകിയിരിക്കുന്നു.
മുകൾ ഭാഗത്തെല്ലാം സ്റ്റോറേജ് യൂണിറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ നൽകിയിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഒരു ഷെൽഫും വരുന്നുണ്ട്. സോ ഫൈനലി ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയാം. ലിവ കിച്ചൺസ് ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ പ്രൊജക്റ്റ് വന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. പലപ്പോഴും നമ്മൾ ഷോറൂം മാത്രമായിട്ട് കണ്ടിട്ട് വീഡിയോ ചെയ്യുക എന്ന് പറയുന്ന ഡിസിഷൻ എടുക്കാറില്ല. കാരണം ഷോറൂമിൽ എത്രത്തോളം നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഒരു കസ്റ്റമറുടെ വീട്ടിൽ പോയിട്ട് അവരെങ്ങനെയാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പേഴ്സണലി ഉറപ്പുവരുത്താതെ നമുക്ക് ഇതേപോലെ ഒരു സ്ഥാപനത്തെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്ന വീടുകളിൽ വന്ന് അതിൻ്റെ കൃത്യമായിട്ട് അതിൻ്റെ ഫിനിഷിങ് മനസ്സിലാക്കിയിട്ടാണ് മൈ ബെറ്റർ ഹോമിൽ ഓരോ വീഡിയോസും ഞങ്ങൾ നിങ്ങളെ കാണിക്കുന്നത്. ലിവ കിച്ചൺസ് ആൻഡ് ഇൻറ്റീരിയേഴ്സിൻ്റെ ഈ ഒരു പ്രൊജക്റ്റ് കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അതിലൊന്നാമത്തത് ഇവരുടെ ഫിനിഷിങ് വളരെ നല്ല ഫിനിഷിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു ഫാക്ടറി മെയ്ഡായിട്ട് ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് അത് അസംബ്ലി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഫാക്ടറിയിൽ നിന്ന് ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ചെക്ക് വരുത്തിയിട്ട് കൃത്യമായ ഫിനിഷിങ്ങിൽ തന്നെ നമ്മുടെ സൈറ്റിൽ സാധനങ്ങൾ എത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട്. ഇവരുടെ കോസ്റ്റിങ്ങിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു. ഓരോ പ്രൊജക്റ്റിനനുസരിച്ചും കൃത്യമായിട്ടുള്ള എസ്റ്റിമേറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ഇവർ പിന്തുടരുന്നത്. മാത്രമല്ല നമ്മളിപ്പോൾ ഇവരുമായിട്ടൊരു വർക്ക് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ ഡിസ്കഷൻസും കാര്യങ്ങളും എല്ലാം ചെയ്തതിന് ശേഷം അവർ നമുക്കൊരു റഫ് എസ്റ്റിമേറ്റ് തരും. ആ റഫ് എസ്റ്റിമേറ്റ് നമുക്ക് ഓക്കെ ആണെങ്കിൽ ഇവർ ഫാക്ടറിയിൽ നമ്മളുടെ ഇൻറ്റീരിയർ പ്രൊഡക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 50% അഡ്വാൻസ് കൊടുക്കണം. അതിനുശേഷം ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡെലിവറി നമ്മുടെ സൈറ്റിലേക്ക് ചെയ്യുന്നതിന് മുമ്പ് ബാക്കി 45% എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞതിന് ശേഷം ബാക്കി 5% നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെയുള്ളൊരു പേയ്മെൻറ്റ് പാക്കേജാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത്ര ലക്ഷം രൂപയുടെ വർക്ക് മാത്രമേ അവർ എടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ സ്പെസിഫൈ ചെയ്യുന്നില്ല. നല്ല വർക്ക് ആണെങ്കിൽ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള വീടാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലിവ കിച്ചൺസ് ആൻഡ് ഇൻറ്റീരിയേഴ്സിന് ബന്ധപ്പെടാവുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകാം. നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവരുടെ ഷോറൂമുകളുടെ അഡ്രസ്സ് ഞാൻ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് ഷോറൂമിൽ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അവരുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അവരുമായിട്ട് നിങ്ങളുടെ റിക്വയർമെൻറ്റുകൾ ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. അത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ഓഫ്ലൈനായിട്ട് നേരിട്ട് ചെന്നും ചെയ്യാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു IT സെക്ടറിൽ അല്ലെങ്കിൽ NRI ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ മോഡിലൂടെ ഇവരുമായിട്ടുള്ള ഡിസ്കഷൻ സാധ്യമാണ്. അതിനുള്ള കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ടാവും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ.